നമസ്കാരം. പയ്യന്നൂർ ലെസാരോ അക്കാദമി സ്റ്റുഡൻസിന് ആദ്യത്തെ ഒരു ചോയ്സ് പ്രൊഫഷണൽ ആയിട്ട് കോഴ്സൊക്കെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കുറെ കാലമായി 2009 മുതൽ പയ്യന്നൂരിലുണ്ട്. അപ്പോൾ ഇപ്പൊ പുതിയൊരു കോഴ്സ് ഇന്റഗ്രേറ്റഡ് കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും പുതിയ ഒക്കെ ആയിട്ട് ചേർത്ത് നമുക്ക് കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ മാറിയിരിക്കുന്നു. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനാണ് ഇപ്പോൾ ജോബി സാറിന്റെ മുന്നിൽ എത്തിയിട്ടുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. എയുടെ കാലഘട്ടമാണ്. ഉം. അപ്പോൾ നമ്മുടെ കുട്ടികളെ കൂടുതൽ പ്രൊഫഷണൽ ആക്കാൻ പറ്റുന്ന രീതിയിലേക്കാണോ ആ കോഴ്സിന്റെ ഒരു വരവ് ഉണ്ടാവുക? അതെ, അതെ, അതെ. നമ്മള് ഇപ്പൊ ഈ വർഷം ലോഞ്ച് ചെയ്തിരിക്കുന്ന കോഴ്സാണ് AI ഇന്റഗ്രേറ്റഡ് കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ്. അത് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മൊഡ്യൂൾസ് ആണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആഹാ. 7ഓളം സർട്ടിഫിക്കേഷൻസ്, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ അടക്കമുള്ള 7ഓളം സർട്ടിഫിക്കേഷൻസ് അടക്കമാണ് IBM അടക്കമുള്ള സർട്ടിഫിക്കേഷൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. പയ്യന്നൂർ പോലത്തെ ഒരു സ്ഥലത്ത് അങ്ങനെ പുതിയ കോഴ്സുകൾ അവതരിപ്പിക്കാനുണ്ടാവുന്ന ഒരു ധൈര്യം അത് എവിടുന്നാ വരുന്നത്? 2009 തുടങ്ങി നമ്മൾ ഈ പയ്യന്നൂരിലെ ആദ്യ സമയത്ത് നമ്മൾ ഏവിയേഷൻ കോഴ്സുകളുമായിട്ടായിരുന്നു നമ്മൾ പയ്യന്നൂരിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായും. ഏവിയേഷൻ കോഴ്സിന് ശേഷം നമ്മൾ ലോജിസ്റ്റിക്സിന്റെ സാധ്യത കണ്ടിട്ട് ഏകദേശം 2 വർഷത്തിനുള്ളിൽ തന്നെ 2011 ലോജിസ്റ്റിക്സിന്റെ കോഴ്സുകൾ ആദ്യമായിട്ട് പയ്യന്നൂർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലെസാരോ അക്കാദമി. ലെസാരോ അക്കാദമി. ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പല സ്ഥലങ്ങളിലും ലോജിസ്റ്റിക്സ് കാണാൻ പറ്റും. അപ്പം ആദ്യ കാലം തുടങ്ങി തന്നെ നമ്മൾ ലെസാരോ അക്കാദമിയുടെ ലോജിസ്റ്റിക്സ് കോഴ്സുകൾ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാധാരണ ഡിഗ്രി കോഴ്സുകൾ, ഇപ്പം BBA പോലുള്ള ഡിഗ്രി കോഴ്സുകൾക്കൊപ്പം തന്നെ ആഡ് ഓൺ കോഴ്സായിട്ട് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പോലത്തെ കോഴ്സുകൾ കൊടുക്കാവുന്നതാണ്. നോർമലി ഒരു ഡിഗ്രി പഠിക്കാതെ ഞാൻ 3 വർഷം കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ജോലിയിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ അക്കാദമിയിൽ ഒരു കോഴ്സ് ഡിഗ്രി കോഴ്സ് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം അവർ നമ്മുടെ ഡിഗ്രി കോഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സും കൂടെ, തൊഴിലധിഷ്ഠിത കോഴ്സും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഏവിയേഷൻ ആയിക്കോട്ടെ, ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, ഹോസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഇപ്പം സ്റ്റാർട്ട് ചെയ്ത AI ഇന്റഗ്രേറ്റഡ് കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഈ 3 വർഷം ഈ കുട്ടി ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ ആഡ് ഓൺ ആയിട്ട് കൊടുക്കുകയാണ്. കുട്ടികളെ നമ്മൾ ശരിക്കും വെറുതെ അങ്ങ് പുറത്തേക്ക് ഇറക്കി വിടുകയല്ല, അവരെ കൃത്യമായ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് അല്ലേ? അതെ, അതെ. നമ്മളിപ്പോൾ ഒരു കുട്ടി നമ്മുടെ അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തുടങ്ങി അവരുടെ കരിയറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ട്രെയിനിങ് തുടങ്ങി അവരുടെ ഗ്രൂമിങ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ആ കുട്ടീനെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അക്കാദമി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റ് ഒരുപാട് കോളേജിലുണ്ടെങ്കിലും നമ്മുടെ അക്കാദമിയിലേക്ക് ഇത്രയും കുട്ടികളൊന്ന് പഠിക്കാനും അവരെ ഇൻഡസ്ട്രിക്ക് വേണ്ട രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കാനും അവരെ ഒരു ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സാധിക്കുന്നത്. തീർച്ചയായിട്ടും. ആദ്യം കോഴ്സ് ലെസാരോയിലാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വരികയും അവർക്ക് ഉണ്ടാകുന്ന ഒരു അച്ചീവ്മെന്റ് മറ്റുള്ളവർ കാണുവാണല്ലോ. പുതിയ കോഴ്സുകൾ പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാവും. നമ്മൾ ഫാക്കൽറ്റീനെ കൊണ്ടുവരുന്നതിലും കുട്ടികളെ ഇത് അല്ലെങ്കിൽ രക്ഷിതാക്കളെ ഇത് എത്തിക്കുന്നതിലും ഒക്കെ. അതെങ്ങനെയാണ് മറികടക്കുന്നത് ശരിക്കും? നമുക്ക് എല്ലാ സ്ഥലത്തുനിന്നും കേരളത്തിലെ എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് കുട്ടികൾ പഠിക്കുന്നുമുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും പുറത്തുനിന്ന് നമ്മളെ ടീച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ട് തന്നെ നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ ടീച്ചേഴ്സിന് വേണ്ട അപ്ഡേഷൻസ് നമ്മൾ കാലാകാലങ്ങളിൽ വേണ്ടി വരുന്ന അപ്ഡേഷൻസ് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ഫാക്കൽറ്റി ട്രെയിനിങ് തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയിലും എല്ലാ സാറ്റർഡേയ്സിലും നമ്മുടെ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ അക്കാദമി മുന്നോട്ട് പോകുന്നത്. കുട്ടികളെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ജോലിയിലേക്ക് അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലേക്ക് മാറ്റും. അപ്പോൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒക്കെ അതിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം കോഴ്സിനാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളെല്ലാ കോഴ്സുകൾക്കും ഇൻഡസ്ട്രി വിസിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സ് ആണെങ്കിൽ എയർപോർട്ട് വിസിറ്റ് കൊടുക്കും, ലോജിസ്റ്റിക്സ് കമ്പനികൾ വിസിറ്റ് ഉണ്ട്, വലിയ ഹോസ്പിറ്റൽ വിസിറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ എല്ലാ കോഴ്സുകൾക്കും വേണ്ട ഇൻഡസ്ട്രി വിസിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കോഴ്സിനൊപ്പം ഈ 3 വർഷം കുട്ടി കോഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ഇനി 3 വർഷം വേണ്ട ഒരു 1 ഇയർ കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് ഡിപ്ലോമ കോഴ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. 1 ഇയർ ഡിപ്ലോമ കോഴ്സുകൾ ഏവിയേഷനിലും ലോജിസ്റ്റിക്സിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലും കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷനിലും നമുക്ക് 1 ഇയർ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഇനി ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതിലെല്ലാം നമുക്ക് PG ഡിപ്ലോമ കോഴ്സുകളും നമുക്ക് കൊടുക്കുന്നുണ്ട്. കാലഹരണപ്പെട്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കും, എന്തിനോ വേണ്ടി പഠിക്കുന്നു. അത് കഴിഞ്ഞ് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ജോലി എങ്ങനെ നേടേണ്ടത് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസമായി ലെസോറയിലെ കുട്ടികൾക്ക് പ്ലേസ്മെന്റ് അടക്കം നൽകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു വ്യത്യസ്തത തോന്നുന്നത്?
ഇപ്പം നമുക്ക് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് പ്ലേസ്മെന്റിന് ഒരു പ്രത്യേക പോർട്ടൽ സോഫ്റ്റ്വെയർ തന്നെ ഉണ്ട്. കുട്ടികൾക്ക് ആ ഒരു പോർട്ടലിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഇന്റേൺഷിപ്പ് ആയിക്കോട്ടെ പ്ലേസ്മെന്റ് ആയിക്കോട്ടെ ആ കുട്ടി എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമുക്കുണ്ട്. അവർക്ക് മെസ്സേജുകൾ പോകാൻ ഓരോ സ്ഥലത്തും വേക്കൻസി വരുമ്പോൾ എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് അതേക്കുറിച്ച് അറിവ് ലഭിക്കാനുള്ള സംവിധാനവും നമുക്കുണ്ട്. അതുകൂടാണ്ട് നമ്മൾ ഓരോ സമയത്തും നമുക്ക് കുട്ടികൾക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS സോഫ്റ്റ്വെയറിൻ്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിലുള്ള 150 ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യുന്ന ലൈഡർ എന്നുള്ള സോഫ്റ്റ്വെയറിലുള്ള ട്രെയിനിങ് ആണ് നമ്മുടെ അക്കാദമിയിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിനുള്ള സോഫ്റ്റ്വെയറിന് ട്രെയിനിങ് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവർക്കൊരു ഡിജിറ്റൽ ബാഡ്ജ് ഉണ്ട്. ആ ഒരു ബാഡ്ജ് അവരുടെ CV-യിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് മനസ്സിലാവുകയാണ് അവരുടെ അടുത്ത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ കുട്ടി പഠിച്ചിട്ടുള്ളതെന്ന് അറിയുമ്പോൾ അവർക്കൊരു പ്രയോറിറ്റി കിട്ടാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അതുപോലെ തന്നെ ഏവിയേഷൻ സ്റ്റുഡൻസിനാണെങ്കിൽ GDSന്റെ ട്രെയിനിങ് നമ്മുടെ ഗലീലിയോയുടെ ഓതറൈസ്ഡ് സെന്റർ ആണ്. ഗലീലിയോയുടെ ട്രെയിനിങ് നമ്മുടെ അക്കാദമി വെച്ച് തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലോജിസ്റ്റിക്സിൻ്റെ കുട്ടികൾക്കാണെങ്കിൽ സാപ്പിൻ്റെ ട്രെയിനിങ് സാപ്പിൻ്റെ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള അപ്ഡേഷൻസും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ അക്കാദമി മുന്നോട്ട് പോകുന്നത്. ഇത്രയും പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലി നോക്കുക, നല്ല സാലറി വാങ്ങിക്കുക എന്നൊക്കെയാണ് ഇപ്പോൾ കുട്ടികളുടെയും കൂടി ലക്ഷ്യം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ ഫസ്റ്റ് ചോയ്സ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ലസാരോ ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ പയ്യന്നൂരിന് അഭിമാനിക്കാനുണ്ട് ലസാരോ അക്കാദമിയെ കണ്ട്. അതിന് നമ്മുടെ പയ്യന്നൂരിനെ തന്നെ തെരഞ്ഞെടുത്ത് ആലക്കോടിനെ വന്ന് നമ്മുടെ പയ്യന്നൂരിനെ തെരഞ്ഞെടുത്തതിന് അതിന് തന്നെ സാറിനോട് നന്ദി പറയുവാണ്. നമ്മൾ ഇത്രയും സംസാരിച്ചതിനും പുതിയ കോഴ്സിനെ കുറിച്ച് പറഞ്ഞതിനും ഒക്കെ ഒരുപാട് സന്തോഷം. Thank you.